എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺ ഡി ജോൺ എന്നാകുന്നു. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ കുഴിക്കാല എന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ മകൻ മർത്തോമ സഭയിലെ ഒരു വൈദികനായിരിക്കുന്നതിനാൽ കൊല്ലം ജില്ലയിലെ മഞ്ഞക്കാല എന്ന പ്രദേശത്ത് അച്ഛനോട് കൂടി എൻ്റെ കുടുംബമായിട്ട് ഞാൻ താമസിക്കുന്നു. ഞാൻ സൗദിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കുടുംബമായിട്ട് മധ്യപ്രദേശത്ത് റായ്പൂർ എന്ന സ്ഥലത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 10 വർഷം അവിടെ കുടുംബമായി ജീവിച്ചു. അവിടെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ മകളും മകനും ജനിക്കുന്നത്. മകനാണ് ഇപ്പോഴത്തെ വികാരിയായിരിക്കുന്നത് ജോജി ജോൺ. മകൻ ഇളയമോനും മകളെ മൂത്തതുമാണ്. മോളെ കല്യാണം കഴിപ്പിച്ച് കൊച്ചിയിലാണ് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് 4 സഹോദരങ്ങളും ഒരു സഹോദരിയും ഉണ്ട്. സൗദിയിൽ പോകാൻ കാരണം 84 ഒക്ടോബറിലാണ് ഞാനിതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചതല്ല. പക്ഷെങ്കിൽ എൻ്റെ രണ്ടാമത്തെ അളിയൻ ബോംബെയിലുണ്ടായിരുന്നു. ആ അളിയൻ മുഖാന്തരമാണ് ഞാൻ സൗദിക്ക് പോകാൻ കാരണമാകുന്നത്. അങ്ങനെ ഒക്ടോബർ 84 ഞാൻ ബോംബെ പോകുന്ന സമയത്താണ് അവിടെ ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിക്കുന്നത്. അങ്ങനെ 2-3 മാസം ബോംബെ താമസിക്കേണ്ടി വന്നു. അങ്ങനെ നവംബറിലേക്ക് ഞാൻ എല്ലാം ശരിയായി സൗദി പോയി. സൗദി എന്നെ ഇവിടുന്ന് എന്നോട് പറഞ്ഞത് നീ പ്ലാസ്റ്റിക് കമ്പനിയിലെ സൂപ്പർവൈസറായിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കയറ്റിവിട്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആകപ്പാടെ 4-5 പേരേ ഉള്ളൂ. പുതിയതായിട്ട് സൗദി ഒരു ഫാക്ടറി തുടങ്ങുന്നതാണ്. അവിടെ ചെന്നവർക്കൊന്നും ശരിക്കും പണി അറിയത്തില്ല. അതിപ്പം എന്തോ അന്ന് അറിയത്തില്ല. എന്നെ ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലോ കൊണ്ട് കാണിച്ച് ഇങ്ങനെയൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് കമ്പനിയുടെ പണികളൊക്കെ നടക്കുന്നത് എന്നെയും കാണിച്ചിട്ടാണ് വിട്ടത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ മുതൽ സൗദി ആകപ്പാടെ അങ്ങ് തിരിഞ്ഞു. ആർക്കും പണി അറിയത്തില്ല. അങ്ങനെ ഞങ്ങളെ രാവിലെ അവൻ തന്നെയാണ് കമ്പനി കൊണ്ടുപോകുന്നത്. ഏകദേശം 8 മണി 9 മണി വരെയും കമ്പനിയിൽ അവിടെ ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. അങ്ങനെ ചെന്നവർക്ക് 2-3 പേർക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ സൂപ്പർവൈസറായിട്ടാണ് പോയത്. അങ്ങനെ സൗദി ആകപ്പാടെ അങ്ങ് തിരിഞ്ഞു. ഞങ്ങൾക്ക് ശമ്പളമില്ല, പിന്നെ ഭക്ഷണത്തിന് കാശ് തരത്തില്ല. അങ്ങനെ ചെന്നപ്പം മുതൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അത് ഞങ്ങൾ ചെന്നതിൻ്റെ പ്രശ്നം മൂലം ആയിരിക്കാൻ സൗദി ആകപ്പാടെ അവനങ്ങ് തിരിഞ്ഞു. എന്നാൽ ചെന്നവർക്ക് ആർക്കും ജോലി അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് ശമ്പളം തരത്തില്ല, താമസിക്കാനുള്ള സൗകര്യമില്ല. ഞങ്ങളെ 4 പേരെയും കൂടെ ഒരു റൂമിൽ കൊണ്ടിട്ടു. അവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സ്ഥലമില്ല. ഒരു ചെറിയ സ്റ്റീലിൻ്റെ കെറ്റിൽ കൊണ്ടെത്തന്ന് ചായ ഉണ്ടാക്കി കുടിക്കാൻ. അങ്ങനെ ആ സ്റ്റീലിൻ്റെ കെറ്റിലാണ് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരുന്നത്. രാവിലെ സൗദി വരും 6:30 ആകുമ്പോൾ. ഞങ്ങളെ 7 മണിക്ക് കമ്പനി കൊണ്ടുവിടും. ഒരു 9 മണി 10 മണി വരെയും കമ്പനിയില്ല. ഞങ്ങൾക്ക് അന്നത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അക്കാമ കിട്ടുന്നിടം വരെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കമ്പനിക്കകത്ത് തന്നെ ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് അതിനോട് ചേർന്നൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ചെന്ന് എന്തെങ്കിലും പെപ്സിയോ സാൻഡ്വിച്ചോ മേടിച്ച് കഴിക്കും. ഒടുവിൽ രാത്രി 8-9 മണി ആകുമ്പം ഞങ്ങളെ കൊണ്ട് താമസിക്കുന്ന റൂമിൽ കൊണ്ട് അവിടെ കൊണ്ടുവിടും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കടകളെല്ലാം അടഞ്ഞു. ഒരു സാധനവും മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാകിസ്ഥാനിയുടെ കൂട്ടുകാരൻ അവനെ കാണാൻ വരുമായിരുന്നു. അവൻ പിന്നെ ദമാമിൽ ചെന്ന് കുബൂസും ടിൻബിഷും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 3 മാസം കഴിഞ്ഞുകൂടി. അന്നേരം എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ട് കൈപ്പൊട്ടുകാരൻ ഒരു ബാബു ഉണ്ടായിരുന്നു. ബാബു 2 വർഷം മുമ്പ് ബഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ട് അവന് കുറേ അറബും ഇംഗ്ലീഷും ഒക്കെ അറിയാവുന്നതുകൊണ്ട് അവന് ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് 3 മാസം എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം, അക്കാമ കിട്ടുന്നിടം വരെ. അക്കാമ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചാടാമെന്ന് പറഞ്ഞു. സൗദിയിൽ ചെന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങളെ ഈ ഒരു ഇഷ്ടിക കമ്പനി ഉണ്ടാക്കുന്ന കമ്പനിയിലെ ചെന്ന് ഉപ്പുവെള്ളമാണ് കുടിക്കുന്നത്. ആഹാരം സമയത്തില്ല. അങ്ങനെ ഞാൻ സൗദിക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഡയറിക്കകത്ത് വേദവാക്യങ്ങൾ എഴുതിക്കൊണ്ടാണ് പോയത്. സങ്കീർത്തനം മൊത്തം എഴുതിക്കൊണ്ടാണ് പോയത്. അന്നേരം ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ സങ്കീർത്തനം ധ്യാനിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ഭാര യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ
3 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യമാണ് ചോറ് കഴിക്കുന്നത്. അതിന് ചോറ് ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ കോന്നിക്കാരനെ ഒരു ദാനിയേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഞങ്ങളെ വെള്ളിയാഴ്ച കൊണ്ടുപോയി ഞങ്ങൾക്ക് ചോറും അതിന് വേണ്ട കാര്യങ്ങളും ചെയ്തു തന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അക്കാമ കിട്ടി. ഞങ്ങൾ കമ്പനിയിൽ ചാടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. അങ്ങനെ ഞങ്ങൾ ഡിമാൻഡ് വെച്ച് 8 മണിക്കൂർ ജോലി ചെയ്യും, 5-ാം തീയതി ഞങ്ങൾക്ക് ശമ്പളം തരണം, ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 20-ാം തീയതി അഡ്വാൻസും തരണമെന്ന് പറഞ്ഞു. സൗദി കടംപിടുത്തം പിടിച്ച് 10 മണിക്കൂർ ജോലി ചെയ്യണം. അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ നിർബന്ധപ്രകാരം 8 മണിക്കൂർ ഞങ്ങൾ ജോലി ചെയ്താൽ മതിയെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാനും സൂപ്പർവൈസറായിട്ട് പോയെങ്കിലും ഞാൻ അവരുടെ കൂടെ നിന്ന് മിഷൻ്റെ പണി പഠിച്ചു. അങ്ങനെ പണി പഠിച്ചതിന് ശേഷം കമ്പനി 3 ഷിഫ്റ്റായി. എന്നെ തുടക്കത്തിൽ 2 ഷിഫ്റ്റായിരുന്നു. പിന്നെ അങ്ങനെ എന്നെ നൈറ്റ് ഡ്യൂട്ടി കിട്ടും. ഞാനും ഒരുവിധം മിഷൻ്റെ പണിയൊക്കെ അങ്ങനെ പഠിച്ചെടുത്തു അവരുടെ കൂടെ നിന്ന്. അങ്ങനെ 2 ഷിഫ്റ്റായി. പിന്നെ പുറത്തു നിന്ന് ആളെ എടുത്ത് കമ്പനി 3 ഷിഫ്റ്റായി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് അവിടുത്തെ ഐഡൻറ്റി കാർഡ് കിട്ടി. ഞങ്ങളെ കമ്പനിയിൽ ചാടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡൊക്കെ സൗദി അംഗീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 10 മാസമായപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ വേറൊരു കമ്പനിക്കാർ വന്ന് ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചു. കമ്പനി ചേഞ്ച് ആകുന്നതിൻ്റെ തലേദിവസമാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് പറഞ്ഞു. ഒന്നാമത് ആ സമയത്ത് ഞങ്ങൾ 20,000 രൂപ മുടക്കിയാണ് അന്ന് പോകുന്നത്, 84. അന്ന് ഈ 10 മാസം കൊണ്ട് കടം തീർന്നിട്ടില്ല. ഞാൻ സൗദിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ വരാതെ പോയത്. ഞാൻ റായ്പൂരിൽ നിന്ന് തന്നെയാണ് സൗദിക്ക് പോകുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോ സഹോദരങ്ങളെയോ അമ്മയോ കുഞ്ഞുങ്ങളെ ആരെയും കാണാതാണ് പോയത്. ഞാൻ ഭയങ്കരം പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ ബലപ്പെടുത്തും എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കഷ്ടകാലത്ത് യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ദൈവം എനിക്ക് ഉത്തരവ് അരുളി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ അതിൻ പ്രകാരം ധൈര്യപ്പെട്ട് മുന്നോട്ട് ജീവിച്ചു. 10 മാസം കഴിഞ്ഞപ്പോഴാണ് ആ പുതിയ കമ്പനിയുടെ മുതലാളി വന്ന് ഞങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്യുക. ആ 10 മാസം കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ 85 സെപ്റ്റംബർ തൊട്ട് ഞങ്ങൾക്കൊരു ജീവിത രീതി മാറ്റം വന്നു. അന്ന് തൊട്ടാണ് ജീവിതത്തിനൊരു മാറ്റം വന്നു, ജീവിതത്തിലൊരു സന്തോഷം വന്ന്. ഈ 10 മാസം ഞങ്ങൾ അനുഭവിക്കാത്ത ദുരിതമില്ല. ഇത്രയും ദുരിതം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന പക്കത്തിലേക്ക് ആയിരുന്നു. അത് അവിടെ ചെന്ന് ജോലിക്കാരുടെ പ്രശ്നം കൊണ്ടാണോ അതിന് സൗദി ജോലിക്കാർ ചെന്ന ആർക്കും ജോലി അറിയത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഞങ്ങളെ ഇത്രയും പീഡിപ്പിച്ച് ഞങ്ങളെ കഷ്ടപ്പെടുത്താനും ആയ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തോ ആയാലും ഞാൻ സൗദിയിൽ പോയതോടെ ഒത്തിരിയും ബൈബിൾ വായിക്കാൻ എൻ്റെ ജീവിതത്തിന് അത് ഇടയായിത്തീർന്നു. കൂടാതെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് വേണ്ടിയാണ് ദൈവം ഈ സൗദിയുടെ മനസ്സിൽ തോന്നിച്ച് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെന്ന്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും കൊച്ചു കുഞ്ഞുങ്ങളാണ്. മോൻ തീരെ കുഞ്ഞുമായിരുന്നു, മോൾ 2 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഞാൻ 87 ആയപ്പോഴത്തേക്ക് എൻ്റെ ഫാദർ മരിച്ചു. അങ്ങനെ ഞാൻ ജോലി ചെയ്ത് എൻ്റെ ഏകദേശം കടങ്ങളൊക്കെ തീർത്തു. 87 എൻ്റെ ഫാദർ മരിക്കുന്നത്. ഞാൻ അന്നേരം എൻ്റെ മുതലാളിയോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം. അന്നേരം പറയുന്ന, നീ എൻ്റെ കൂടെ കൂടിയിട്ട് 16 മാസമേ ആയുള്ളൂ, എങ്ങനെ പോകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ, എൻ്റെ വീട്ടിൽ മറ്റാരുമില്ല, ഫാദർ മരിച്ചുപോയി, അമ്മയേ ഉള്ളൂ, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ളൂ, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെയും ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. ദൈവകൃപയാൽ എനിക്ക് 4 മാസത്തെ റീഎൻട്രി അടിച്ച് എന്നെ ലീവിന് വിട്ടു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് ലീവ് കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടി ജോയിൻ ചെയ്തു. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ 25 വർഷത്തോളം സൗദിയിൽ ജീവിക്കാൻ സാധിച്ചു.
ഞാൻ സൗദിയിൽ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് പറയാൻ പോകുന്നത്. എന്നെ ഒരു ബോംബെക്കാരനെ കൂടാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറ്റി വിടുന്നത്. ദമാമി ചെന്ന് ഇറങ്ങുമ്പോൾ രാത്രി 8:30-9 മണിയോളമായി. ഞങ്ങൾക്ക് അവിടുത്തെ രീതി ഒന്നും അറിയത്തില്ല. ഞങ്ങളോട് ഇവിടെ ബോംബെയിലെ ഏജൻറ്റ് പറഞ്ഞു, ഞങ്ങളുടെ സ്പോൺസർ അവിടെ എയർപോർട്ടിൽ വരും, വന്ന് കൂട്ടിക്കൊണ്ട് പോകും. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ അന്വേഷിച്ചവൻ പറഞ്ഞു, ഇവിടുന്ന് സിറ്റി ബസ് ഉണ്ട് ദമാമിലേക്ക്, 2 റിയാൽ ഇട്ടാൽ നിങ്ങൾക്ക് അവിടെ ദമാമിൽ ചെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ 2 റിയാൽ വീതം ചേഞ്ച് മാറ്റി ഞങ്ങൾ വണ്ടിയെ കയറി ഞങ്ങൾ ദമാമിൽ ചെന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഏകദേശം 9:30 മണിയായി. കടകളെല്ലാം അടഞ്ഞു. ഞങ്ങൾ എവിടെ പോവും? അവിടെയും ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. അവിടെ ഇലക്ട്രോണിക് കടയിൽ ജോലി ചെയ്യുന്ന അശോകൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കടയൊക്കെ അടച്ച് അവൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ദൈവം ഞങ്ങളെ കൂട്ടിമുട്ടിച്ചു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ അശോകൻ ഞങ്ങളെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ച് തന്ന് അന്ന് രാത്രിയിൽ അവൻ്റെ റൂമിൽ ഞങ്ങളെ താമസിപ്പിച്ചു. അങ്ങനെ ദമാമിലുള്ള ഏജൻറ്റുമായിട്ട് ഈ അശോകൻ അറിയാമായിരുന്നു. ദമാമിലുള്ള ഏജൻറ്റിൻ്റെ പേര് കുമാർ എന്നായിരുന്നു. അങ്ങനെ ഈ അശോകൻ രാവിലെ കുമാറിനെ വിളിച്ച് എന്നിട്ട് സൗദിയോട് പറഞ്ഞു, ഇതുപോലെ 2 ജോലിക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സൗദി വന്ന് ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കമ്പനിയിലാക്കി. ഞങ്ങൾക്ക് പുതിയ ദേശമല്ല, ഞങ്ങൾക്ക് ഒന്നും അതിനെപ്പറ്റി അറിയത്തില്ല. ഒന്നാമത് ഭാഷ ശരിക്കും അറിയത്തില്ല. പിന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങളെ സൗദി വന്ന് കൊണ്ടുപോയി. ഉച്ച സമയത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കും ആ ബോംബെക്കാരനുമായിട്ട് ഞങ്ങൾക്ക് ഫിഷ് ബിരിയാണിയൊക്കെ തന്ന് ഞങ്ങളെ പിറ്റേ ദിവസമാണ് ഞങ്ങളെ കമ്പനി കൊണ്ടുവന്നത്. അന്ന് ശനിയാഴ്ച തൊട്ട് ഞങ്ങൾ കമ്പനിയിൽ രാവിലെ പോകും. പിന്നെ രാത്രി 8:30-9 മണിക്കാകുമ്പോൾ റൂമിൽ വരുമ്പോൾ കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല. ഇത്രയും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച സമയമായിരുന്നു. എന്തോ ആയാലും ഞാൻ പലപ്പോഴും ചിന്തിക്കും, കഷ്ടപ്പെട്ട് അനുഭവിച്ചാലും ദൈവം എനിക്ക് വേണ്ടിയാണ് ആ സൗദിയുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അവിടെ കഷ്ടപ്പെട്ടായാലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി അടുപ്പിച്ച് 2 പേരും നല്ല രീതിയിൽ പഠിച്ച് PG വരെ ആക്കി. കൂടാതെ എനിക്ക് നല്ലൊരു ഭവനം ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ എൻ്റെ മകളെ ഞാൻ വിചാരിച്ചതിലും അത്ഭുതമായി മോളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പറ്റി. മോൾക്കിപ്പോൾ 3 കൊച്ചു മക്കളുണ്ട്. അവർ സുഖമായിട്ട് കൊച്ചിയിൽ താമസിക്കുന്നു. പഴയ കാലത്ത് അവിടെ ബൈബിളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡയറിക്കകത്ത് ഞാൻ സങ്കീർത്തനങ്ങളൊക്കെ എഴുതി ആണ് കൊണ്ടുപോയത്. കൂടാതെ ഞാൻ സൗദി ചെന്നിറങ്ങുമ്പോൾ എൻ്റെ പേഴ്സൊക്കെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ ഫാദറാന്ന് പറഞ്ഞു. ഫാദറാന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ ക്വസ്റ്റ്യൻ ചെയ്യാതെ എന്നെ ഇറക്കി വിട്ടു. അവിടെയും ദൈവം കരുണ ചെയ്തു. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അവർക്കറിയാമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ തിരിച്ചു വിട്ടേനെയും. അവിടെയും ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നുണ്ട് എപ്പോഴും. ദൈവം ചെയ്യുന്ന ഓരോ നമ്മുടെ അത്ഭുതങ്ങളെ ഓർത്താൽ എത്ര നന്ദി കരയറ്റിയാലും അതിന് മതി വരത്തില്ല. നമ്മൾ അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നമ്മൾ നന്ദിയുള്ളവരായി ദിനംപ്രതി നമ്മൾ ദൈവത്തിന് നന്ദി കരയറ്റേണ്ടവരാകുന്നു. ഞാൻ സൗദിയിൽ പോകുമ്പോൾ ഞാൻ താടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴും അവർക്കധികം സംശയം തോന്നിയില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ഫോട്ടോ നോക്കി അവരെന്നോട് ചോദിച്ചത് ആരാകുന്നു? ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഫാദർ ആകുന്നു. അതുകൊണ്ട് അധികം സംശയിക്കാതെ എന്നെ ഇമിഗ്രേഷനിന് സീലടിച്ച് എന്നെ പുറത്തോട്ട് കയറ്റി വിട്ടു. നിങ്ങൾ ഇന്ത്യയിലേക്ക് വിടാതെ സൗദിയിലേക്ക് തന്നെ കയറ്റി വിട്ടു. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കൂടാതെ ഞാൻ ഒരു 5-10 സൗദിയിൽ പോയി 5-10 വർഷം കഴിഞ്ഞപ്പോൾ ബഹ്റിൻ വഴി എനിക്ക് ബൈബിൾ കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ വരുത്തി. അന്ന് ബൈബിളിന് 20 റിയാൽ കൊടുക്കണം. ഞാൻ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞ് ബഹ്റിനിൽ നിന്ന് ബൈബിൾ വരുത്തി. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ സൗദിയിൽ പോയതുകൊണ്ട് ഞാൻ ദിവസവും ഒരു 4-5 അധ്യായങ്ങൾ വായിച്ചു പഠിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒത്തിരിയും കാര്യങ്ങൾ അറിയാം, പക്ഷേ എൻ്റെ മെമ്മറി നിൽക്കുന്നില്ല. പ്രായം എനിക്ക് 71 വയസ്സായി. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ മറന്നു പോകുന്നുണ്ട്. എന്തോ ആയാലും
ദൈവവചനം വായിക്കുന്നതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയും മാറ്റമുണ്ട്. എനിക്ക് രൂപാന്തരം തന്നു ബൈബിൾ പഠിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാവരും ബൈബിൾ വായിച്ച് പഠിച്ച് അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സൗദിയിൽ ക്രിസ്ത്യൻ പള്ളിയോ ആരാധനയില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ വിശ്വാസികൾ 8, 10, 15 പേരും കൂടി ഒരു വീട്ടിൽ ഇങ്ങനെ കൂടുമായിരുന്നു. അത് റൂമും കഥകളും എല്ലാം അടച്ച് ബന്ധവസ്ഥാക്കി ശബ്ദം പുറത്തു പോകാത്ത രീതിയിലാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ ചെന്ന് കയറുന്നത് കൂട്ടമായിട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല, സിംഗിളായിട്ട് ആണ് ഞങ്ങൾ റൂമിൽ ചെന്ന് ഞങ്ങൾ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധന കഴിച്ചുകൊണ്ടിരുന്നത്. അതും നമ്മുടെ ഇവിടുത്തെ പോലല്ല, നമ്മുടെ അവിടെ സംയുക്തമായിട്ടായിരുന്നു നമുക്ക് അവിടെ പ്രാർത്ഥന നടക്കുന്നത്. അവിടുത്തെ കത്തോലിക്കരുണ്ട്, ഓർത്തഡോക്സറുണ്ട്, മർത്തോമക്കാരും ഉണ്ട്. അവർ വചനം പറയാൻ വരുന്നത് 1 മണിക്കൂറോളമാണ്. അതുകൊണ്ട് അവർ പഠിപ്പിക്കുവാണ്. ഇവിടുത്തെ പോലല്ല, നല്ലവണ്ണം നമ്മളെ ബൈബിൾ പഠിപ്പിക്കുവാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിനെക്കാട്ടി എത്രയോ ആത്മീയമായിട്ടാണ് സൗദിയിലെ ജനങ്ങൾ താമസിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ലവണ്ണമാണ് അവർ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് അവരും ജോലിക്ക് പോകുന്നവരാണ്. എന്നിട്ടും ഈ വെള്ളിയാഴ്ച 10 മണിയാകുമ്പോഴത്തേക്ക് അവർ റെഡിയായി വചനം ഘോഷിക്കുവാൻ വന്നു കഴിയും. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് 10 മുതൽ ഏകദേശം 1, 1:30, 2 മണി വരെയും ഞങ്ങൾ ദൈവത്തെ അവിടെ നിന്ന് ആരാധനിക്കുമായിരുന്നു. അങ്ങനെ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ഒന്നിച്ചു പോകത്തില്ല, സിംഗിളായിട്ട് ഇറങ്ങി പോകത്തുള്ളൂ. ആരെങ്കിലും കണ്ടാൽ ഞങ്ങളെ പോലീസിൽ പിടിച്ച് ഞങ്ങളെ ജയിലിലാക്കും, അവിടുന്ന് കയറ്റി ഇന്ത്യയിലേക്ക് കയറ്റി വിടും. അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിരുന്നു സൗദിയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷെങ്കിൽ ദമാമിലെ ഒരു മർത്തോമ പള്ളി ഉണ്ടെന്നും ആരാധനയ്ക്ക് സ്ഥലമുണ്ടെന്നും ഒക്കെ പറയുന്നു. ഒരു അച്ഛനെ അവിടെ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയത്തില്ല, ഇങ്ങനെ പലരും പറയുന്നു. എന്തോ ആയാലും സൗദിയിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഒത്തിരിയും ദൈവമക്കളുടെ പ്രാർത്ഥന ഫലമായിട്ടാണ് അങ്ങനെ സൗദിയിൽ മാറ്റം വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവമക്കളുടെ പ്രാർത്ഥന മൂലം അസാധ്യത്തെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സൗദിയിലൊരു അനുഭവം ഉണ്ടായാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ കമ്പനിയിൽ 3 ഷിഫ്റ്റ് ജോലിയാണ്. അന്ന് എനിക്ക് ആ മാസം മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് വന്നപ്പോൾ എൻ്റെ റൂമിനോട് ചേർന്ന് അടുത്ത റൂമിൽ ബംഗാളികളാണ് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ വന്നപ്പോൾ ആ ബംഗാളി ഊണ് കഴിച്ച് അവൻ കൈ കഴുകി എൻ്റെ റൂമിനോട് ചേർന്നാണ് വെള്ളമെല്ലാം ഒഴിക്കുന്നത്. ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞു, കൈ കഴുകി എൻ്റെ റൂമിൻ്റെ വാതിലിനോട് ചേർത്ത് ഒഴിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം മുസ്ലിങ്ങൾ അവർക്ക് സപ്പോർട്ടാണ്, നമുക്ക് സപ്പോർട്ട് ആരുമില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. അങ്ങനെ അവൻ ചോറ് വിളമ്പിക്കൊണ്ടിരുന്ന ആ വലിയ സ്പൂൺ കൊണ്ട് എൻ്റെ തലക്കടിച്ചു. തല പൊട്ടി ഞാൻ രക്തത്തിൽ മൊത്തമായിട്ട് അവൻ കുളിച്ചു. അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു. ഞാൻ പറഞ്ഞു പോലീസിനോട് പറയണം. അവർ പറഞ്ഞു പോലീസിനോട് പറയണ്ട, പ്രശ്നമായി തീരും. ആ ബംഗാളി ചാടി നിൽക്കുന്നവനാണ്, കമ്പനിയുടെ ആളല്ലായിരുന്നു. ഞാൻ പറഞ്ഞു പോലീസിനോട് പറഞ്ഞാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി കമ്പനിയുടെ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ദൈവദൂതനെ പോലെ ഒരു താടി വെച്ച ഒരു സൗദി വന്നു. ആ സൗദിയുടെ കയ്യിൽ കൂടെ ഒരു മകനും ഉണ്ടായിരുന്നു, 5-10 വയസ്സുള്ള. അവൻ അവിടുത്തെ CID ആയിരുന്നു. അവിടെ പറയുന്നത് മുത്തവാണെന്ന്. അവിടുന്ന് ആ മുത്തവ ഹൈവേ കൂടെ പോയ മനുഷ്യനാണ്. അങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അകത്ത് കയറി വന്ന് എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ടായി, അവൻ എന്നെ സ്പൂണ് കൊണ്ട് തലക്കടിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ അവൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ഞങ്ങളെ 2 പേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അങ്ങനെ പോലീസ് എന്നോട് ചോദിച്ചു, നിനക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ, നീ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയി? ഞാൻ പറഞ്ഞു ഞാൻ വഴക്കുണ്ടാക്കാൻ പോയതല്ല, ഞാൻ അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അവൻ ദേഷ്യപ്പെട്ട് സ്പൂൺ കൊണ്ട് തലക്കടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. എന്നോട് പറഞ്ഞു നിനക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ എന്ത് ചെയ്തതിനും എന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനപ്പെടുത്തി. അങ്ങനെ ബംഗാളിയെ പിടിച്ച് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ശരിക്കും അവനെ അടിച്ചിട്ട് അവനെ ജയിലിലാക്കി. കമ്പനിയുടെ ആളല്ലാത്തതുകൊണ്ട് എന്നാൽ അവനെ ഇറക്കി വിട്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ സൗദി അറേബ്യയിൽ സംഭവിച്ചു. നമുക്ക് പ്രയാസം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യനെ ദൈവദൂതനെ പോലെ എനിക്ക് സപ്പോർട്ടായിട്ട് ദൈവം ആ മനുഷ്യനെ അയച്ചത്. എനിക്ക് സപ്പോർട്ടായിട്ടായി ആ സൗദി സംസാരിച്ചത്. പോലീസും എനിക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്. ദൈവം എത്ര നല്ലവനെന്ന് എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. ആ ദൈവത്തെ എനിക്ക് ഒരു നാളും മറന്നു പോകാൻ പറ്റത്തില്ല. നമ്മുടെ ദൈവത്തെ നമ്മൾ രുചിച്ചറിയണം, എങ്കിൽ മാത്രമേ നമ്മുടെ ദൈവത്തെ നമ്മുടെ പാടി സ്തുതിച്ച് ആരാധന കഴിക്കുവാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുവൈറ്റ് യുദ്ധം ഉണ്ടാകുന്നത്.
അങ്ങനെ കമ്പനിയിൽ ജോലിയൊന്നുമില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ മിസൈൽ വരുന്ന കാണാം. ഞങ്ങൾ ഓടി പെരയ്ക്കകത്ത് കയറും. റൂമെല്ലാം ടൈറ്റാണ്. ഞങ്ങൾ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുക. സർക്കാർ ഇങ്ങനെ, പോലീസ് ഇങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് പോകും, മാസ്ക് ധരിക്കണം മിസൈൽ വരുമ്പോഴത്തേക്ക്. ഞങ്ങളങ്ങനെ മാസ്ക് ധരിച്ച് റൂമെല്ലാം ടൈറ്റായിട്ട് ഞങ്ങൾ മുറിക്കകത്തിരിക്കുക. അങ്ങനെ ഏകദേശം യുദ്ധം പകുതി ആയപ്പോൾ ഗൾഫുകാർ യാത്ര തുടങ്ങി, ആൾക്കാരെ കൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ കമ്പനിയിൽ പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ വീട്ടിൽ എനിക്ക് പോയി എൻ്റെ ഭാര്യയും മക്കളെയും എൻ്റെ സഹോദരങ്ങളെയും കാണണം എന്ന് പറഞ്ഞു. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങളെ കമ്പനിയിൽ ഒരു 19 പേരുണ്ടായിരുന്നു. ഞാൻ പഴയ കമ്പനിയിലല്ല ജോലി ചെയ്തുകൊണ്ട് വേറെ കമ്പനിയിലേക്ക് മാറി. ആ കമ്പനിയിൽ വലിയ കുഴപ്പമില്ലാതെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 19 പേരുള്ളതിൽ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ മാത്രം, അങ്ങനെ വൺ സൈഡ് മാത്രം ടിക്കറ്റ് 3000 റിയാലായിരുന്നു. എനിക്ക് മാത്രം 3000 റിയാൽ തന്നെ ഞാൻ ഗൾഫുകാർ, അന്ന് ദമാമിൽ നിന്ന് ബസ്സുണ്ടായിരുന്നു ബഹ്റിനി വരെ പോകാൻ. അങ്ങനെ ബസ്സിന് ഞാൻ ബഹ്റിനി വന്നിട്ട് അവിടെ നിന്ന് ഗൾഫുകാരനാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. എനിക്ക് 4 മാസമല്ല 6 മാസം റീഎൻട്രി തന്നെ എന്നെ വിട്ടു. അത്രമാത്രം എൻ്റെ സ്പോൺസർ എന്നെ ഇഷ്ടപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്, കരുണയല്ല. എൻ്റെ ജോലിയോ എൻ്റെ വലിപ്പം കൊണ്ടോ ഒന്നും അല്ല. അവിടെ ദൈവത്തിൻ്റെ കൃപയാ മൂലമാണ് ആ സൗദിയുടെ മനസ്സിൽ എന്നെ തോന്നിച്ചതും. എനിക്ക് 6 മാസം എന്നാൽ പറയാൻ പറ്റത്തില്ല യുദ്ധം എന്ന് തീരുമെന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് 6 മാസം റീഎൻട്രി തന്നെ എന്നെ കയറ്റിവിട്ടത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 4 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു പോയി. ആ യുദ്ധം തുടങ്ങുമ്പോഴാണ് എൻ്റെ അനിയനെ അവിടെ വന്നു. ഞാൻ നാട്ടിൽ വന്നപ്പം നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, വീട്ടുകാർ, നിൻ്റെ അനിയൻ എന്തിയാ, അനിയനെ എന്താ കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞു, അനിയൻ വന്നതേ ഉള്ളൂ, അവനെ ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ ആകെപ്പാടെ വീട്ടുകാരും എല്ലാവരും പ്രയാസപ്പെട്ടിരുന്നു അനിയനെ കൊണ്ടുവരാൻ ചെന്നത്. ഞാൻ പറഞ്ഞു, എന്നെ മാത്രമേ വിട്ടുള്ളൂ, ഞങ്ങൾ 19 പേരുള്ളതിൽ. അങ്ങനെ അവിടെയും ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം വരുത്തിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയും യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിയാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടയായിട്ടുണ്ട്. ആ ദൈവത്തെ എത്ര നന്ദി കരയാറ്റാലും അതിന് മതി വരുത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ഉറക്കെ പിടിച്ചിരിക്കുകയാണ്. അത് എൻ്റെ എല്ലാവർക്കും ഉള്ള ഒരു സാക്ഷ്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്.